വഴിമാറട ലുട്ടാപ്പി. കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണ 30 ജനുവരി മാർഗിലെ സ്മൃതി മണ്ഡപത്തിൽ എത്തുകയുണ്ടായി. മഹാത്മാഗാന്ധിക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് CJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ആ ഒരു അജണ്ട. അതിന്റെ ഭാഗമായിട്ടാണ് അവർ മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത്. രാഹുൽ ഗാന്ധി മുൻനിരയിലുണ്ട്, പ്രിയങ്ക ഗാന്ധി തൊട്ടു പിന്നിലുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്, അതേപോലെ NK പ്രേമചന്ദ്രനുണ്ട്, KC വേണുഗോപാൽ ഉണ്ട്. ഇങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ നേതാക്കളും ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. ഇവിടെ 30 ജനുവരി മാർഗിലെ മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ ഹേ റാം എന്നെഴുതി വെച്ചിരിക്കുന്ന ആ പ്രസിദ്ധമായിട്ടുള്ള ആ സ്മൃതി മണ്ഡപം ഉണ്ടല്ലോ, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപം, അവിടേക്കാണ് ഈ ഇന്ത്യ സഖ്യം ഇന്നലെ രാത്രിയിൽ മാർച്ച് ചെയ്തു വന്നത്. എന്നിട്ട് ഓരോരുത്തരായി അവിടെ മഹാത്മാഗാന്ധിയെ വണങ്ങുകയാണ്. അതാണ് ചടങ്ങ്. ആ ചടങ്ങിനിടയിൽ രാഹുൽ ഗാന്ധിയോട് ചേർന്ന് നമ്മുടെ റഹീം ഇടിച്ചു നിൽക്കുകയാണ്. കാരണം നാഷണൽ മീഡിയ മുഴുവനുണ്ട്, പ്രാദേശിക മീഡിയ മുഴുവനുണ്ട്. എല്ലാവരുടെയും ക്യാമറ കണ്ണുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കയറി ഞാൻ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാണ് എന്ന് അറിയിക്കാൻ വേണ്ടി തൊട്ടുരുമി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചത് തൊട്ടടുത്ത് നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധി അല്ലല്ലോ. പ്രിയങ്ക ഗാന്ധി എവിടെ? നോക്കിയപ്പോൾ പ്രിയങ്ക ഗാന്ധി തൊട്ട് പിന്നിലാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി റഹീമിനെ പിടിച്ച് ഒരു തള്ള്. നീ ഏതാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ തള്ള് എന്ന് കാണുന്നവർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ റഹീമിനെ പിടിച്ചൊരു തള്ളു തള്ളിയിട്ട് സ്വന്തം പെങ്ങളെ വിളിച്ച് മുന്നിലേക്ക് നിർത്തി. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി മഹാത്മാഗാന്ധിയുടെ 30 ജനുവരി മാർഗിലെ സ്മൃതി മണ്ഡപത്തിൽ ഇങ്ങനെ കുനിഞ്ഞു കുമ്പിട്ട് നിന്നു. യഥാർത്ഥത്തിൽ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ആരാണ് നാറിപ്പോയത്? നമ്മുടെ റഹീം. വലിയ കാര്യത്തെ ദേശീയ നേതാവ് ചമയാനായി രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കണം. സ്റ്റിൽ ഫോട്ടോഗ്രാഫി വരുമ്പോൾ, വിഷ്വൽ മീഡിയയിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത് ഞാൻ ഇന്ത്യ സഖ്യത്തിന്റെ ലീഡറാണ്, പ്രധാനപ്പെട്ട ലീഡറാണ് എന്നൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം റഹീം അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് ഇടിച്ചു കയറുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ആരാ മോൻ? പിടിച്ച് ഒരു തള്ള്, തൻ്റെ പെങ്ങളെ പിടിച്ച് അടുത്തേക്ക് നിർത്തി. ഇതാരാണ് എന്ന് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കട എന്ന് മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ നമ്മൾ കാണുന്ന ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ധരിച്ചിട്ടുണ്ട് എങ്കിൽ, തെറ്റിദ്ധരിക്കുകയോ ധരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ രംഗം കണ്ടിട്ട് മടങ്ങി വരാം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയത് നമുക്കറിയാമല്ലോ. ജൂലൈ 20-ാം തീയതിയാണ്. ഓഗസ്റ്റ് 13-ാം തീയതി വർഷകാല സമ്മേളനം അവസാനിക്കും. ആകെ ലഭിക്കുന്നത് 25 ദിവസമാണ്. അതിലെ അവധി കഴിഞ്ഞ് ആകെ പാർലമെന്റ് കൂടുന്നത് 19 ദിവസം മാത്രമാണ്. ഈ തുടർച്ചയായിട്ടുള്ള 4 ദിവസവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ലോക്സഭ ബഹിഷ്കരിച്ചു. ലോക്സഭയിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വരിക? FCRA ഭേദഗതി പോലുള്ള നിർണായകമായിട്ടുള്ള ബില്ലുകൾ വരുന്ന പ്രധാനപ്പെട്ട സമ്മേളനമാണിത്. അത് ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയുടെ പുറകെ രാഹുൽ ഗാന്ധിയും കൂട്ടരും കൂടെ കൂടും കുടുക്കയും ഇവിടെ നടക്കുന്നത്. നാണമില്ലാത്ത രാഷ്ട്രീയം. അവർക്ക് അവിടെ ഉന്നയിക്കാനുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് പാർലമെന്റിലുള്ളത്. അയോധ്യ കൊള്ളക്കേസ് ഉണ്ടായി എന്ന് ചോദിക്കണ്ടേ പ്രധാനമന്ത്രിയോട്? രാഹുൽ ഗാന്ധി നേരിട്ട് ചോദിക്കണം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ കൊള്ള, അതിനെന്താണ് ഉത്തരം? BJPയെ രാഷ്ട്രീയമായി വളർത്തിയ ഒരു പ്രസ്ഥാനമാണല്ലോ രാമജന്മഭൂമി പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിലൂടെ ഉയർന്ന് അധികാരത്തെത്തിയവരാണല്ലോ BJP. അതുകൊണ്ട് ആ രാമക്ഷേത്ര കൊള്ളയിൽ നടന്ന ആ കൊള്ളയ്ക്ക്, ആ കൊടും ക്രൂരതയ്ക്ക്, രാമഭക്തരോട് കാണിച്ച ആ കൊടും ക്രൂരതയ്ക്ക് നിങ്ങൾ കൂടി ഉത്തരവാദിയല്ലേ എന്ന് ചോദിക്കേണ്ട രാഹുൽ ഗാന്ധി ഇതാ എവിടെയോ കിടന്ന എങ്ങാടൂന്ന് വന്ന ഒരു അഭിജിത് ദീപ്ക എന്ന് പറയുന്ന ഒരുത്തന്റെ പുറകെ നടക്കുന്നു. എന്തൊരു നാണക്കേടാണ്! FCRA ഭേദഗതി ബിൽ വരുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ വേണമെങ്കിൽ സർക്കാരിന് ആ ബിൽ അവതരിപ്പിക്കാം. പക്ഷേ അതിന്റെ പേരിലും വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെ അറ്റാക്ക് ചെയ്യാം. ഞങ്ങളില്ലാതെ ഏകപക്ഷീയമായി
ഇവിടെ FCRA ഭേദഗതി ബിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ വേറൊരു കാറിക്കൂവൽ, അങ്ങനെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ ജന്തർ മന്ദറിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. ഇവർക്ക് കൃത്യമായിട്ടൊരു അജണ്ടയില്ല. കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും എന്താണ് മുന്നോട്ട് വെക്കാനുള്ള അജണ്ട? എന്താണ് പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ നിങ്ങളുടെ അജണ്ട എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ പ്രധാനമായും തന്റെ വ്യക്തിപരമായ ഇമേജ് സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം 2026 ജൂൺ 22 രാജ്യം വിട്ടുപോയയാളാണ്. പിന്നീട് അദ്ദേഹം പൊങ്ങുന്നത് ജൂലൈ 13 അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിലടക്കം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലടക്കം ഉയർന്നിരുന്നു. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ഫോട്ടോകളും ചില ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്കേൽപ്പിച്ച കളങ്കം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നിലേക്കുള്ള വ്യക്തിപരമായ ആക്രമണത്തെ വഴിതിരിച്ചു വിടേണ്ടത് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പാറ്റ പാർട്ടിയുടെ പുറകെ നടക്കുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ആ ഫോട്ടോയും ആ പറയുന്ന കുടുംബത്തോട് ഉള്ള ആ റീലും സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി. അതിന്റെ ചർച്ച എന്നേക്കുമായി അവസാനിച്ചു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയത്തക്ക ഒരു യാഥാർത്ഥ്യം. അതായത് തനിക്ക് എതിരെ വന്നിട്ടുള്ള വ്യക്തിപരമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധി കണ്ടെത്തിയ മാർഗമാണ് ഈ പാറ്റ പാർട്ടിയുടെ പുറകെ പോവുക എന്നുള്ളത്. രണ്ടാമതായി ഉയർന്ന ചോദ്യം, രാഹുൽ ഗാന്ധി എവിടേക്കാണ് ഈ പോകുന്നത്? ജനുവരി 1 മുതൽ 2026 ഇത് ജൂലൈ അവസാനമായിരിക്കുന്നല്ലോ. ഇതിനിടയിൽ ഇയാൾ 54 ദിവസമാണ് ഇന്ത്യയിൽ നിന്ന് വിട്ടുനിന്നത്. എവിടേക്കാണ് ഇയാൾ പോകുന്നത്? അതിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമയമാണ് ജൂൺ 22 മുതൽ ഈ മാസം 13 വരെ മുങ്ങിയത്. ഇയാൾ എവിടേക്കാണ് പോകുന്നത്? ഇയാൾ ആരെ കാണാനാണ് പോകുന്നത്? ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. അയാൾക്ക് ഉത്തരം പറയാൻ യാതൊരു ധാർമ്മിക ബാധ്യതയുമില്ല. അയാൾക്ക് ഉത്തരം പറയാൻ, അയാളുടെ പാർട്ടിയോട് പോലും പറയാൻ അയാൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. മാത്രമല്ല, ഇത്രയും ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഒരു നേതാവിനെ ഇന്ത്യ ആദ്യമായി കാണുകയായിരിക്കും ഈ വരുന്ന ഓഗസ്റ്റ്. അതായത് അടുത്ത മാസം 13 വർഷകാല സമ്മേളനം അവസാനിക്കുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധി ഏത് സമയത്തും രാജ്യത്ത് നിന്ന് മുങ്ങാം. അങ്ങനെയാണ് അയാളുടെ രീതി, അതാണ് അയാളുടെ സ്വഭാവം. അതുവരെ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ അജണ്ട. അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യുന്നയാളാണ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്, അവിടെ നിരോധിത മേഖലയാണ്, അവിടേക്ക് അപ്രതീക്ഷിതമായ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. അങ്ങനെ തന്നിലേക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി, തന്റെ തനിക്കെതിരെ വ്യക്തിപരമായി ഉയരുന്ന ആരോപണങ്ങളെ നേരിടാൻ വേണ്ടി, തന്റെ പ്രതിച്ഛായക്ക് ഏൽക്കുന്ന ആഘാതങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി, അതിനെ ജനശ്രദ്ധയിൽ നിന്ന് മാറ്റാൻ വേണ്ടി രാഹുൽ ഗാന്ധി എന്ത് നാടകവും കളിക്കും. അങ്ങനെ കളിച്ച നാടകമാണ് ഇന്നലെ മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപമായ 30 ജനുവരി മാർഗിൽ വന്ന് എന്തൊരു ബഹുമാനം, എന്തൊരു സ്മരണ. മഹാത്മാഗാന്ധിയെ പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ പോയി മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ കുമ്പിട്ട് നിൽക്കുന്നു. അതിനിടയിലാണ് ഈ റഹീം വലിഞ്ഞു കയറി അവിടെ വന്നതും അയാളെ പിടിച്ചു മാറ്റി പെങ്ങളെ കയറ്റിവിടുന്നതും. അതാണ് നമ്മൾ കണ്ട കാഴ്ച. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.